വിഷ്ണുവേട്ടാ, നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലേട്ടൻ അറിഞ്ഞു വിഷ്ണുവേട്ടാ? എടാ, വീട്ടിലെ സമ്മതിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. മനുവേട്ടൻ അങ്ങേർക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാത്ത ഒരാളാ. വിഷ്ണുവേട്ടൻ കണ്ട കൈയും കാലും തല്ലിയൊടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റി എന്നെ കൂടെ സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ഭയങ്കര കൺസർവേറ്റീവാ. വിഷ്ണുവേട്ടൻ എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. അത് കിട്ടുമായിരിക്കും. പക്ഷെ മീരയ്ക്ക് എന്നേക്കാൾ നല്ല ചെക്കനെ കിട്ടൂ? ഒരിക്കലുമില്ല. ഇപ്പൊ എനിക്ക് നിനക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ കഴിയൂ. വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മാത്രമായിരിക്കും. ഏത് ജന്മം? എനിക്കങ്ങനെ ഒരുപാട് ജന്മങ്ങളിലൊന്നും വിശ്വാസം തിരിഞ്ഞു നോക്കില്ല ഞാൻ. മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറിന്റെ മുഖമുണ്ട്. എനിക്കത് മതി. ഇനി അങ്ങോട്ട് സ്വന്തം പെങ്ങളെ പോലെ കാണണം. ചേട്ടൻ കൈയും കാലം തൊല്ലിയോടിക്കുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാണോ? എനിക്കും തോന്നി. അപ്പൊ തനിക്ക് വിഷമാവൂല്ലേ? നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഞാൻ അറിഞ്ഞു. പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് എന്റെ ജാതി മതം ഒരു പ്രശ്നമല്ലായിരുന്നു. വലിയ കൊമ്പത്തോടെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞപ്പോ അവളെ കോപ്പിലൊരു ഡയലോഗ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അല്ല മീര? നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. ചേട്ടാ, നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിന്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്നി വെഡിങ് വീഡിയോഗ്രാഫി ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം. വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? അല്ല, അയാളോട് പറഞ്ഞു ഈ തൂക്ക് കിട്ടുമ്പോൾ നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടില്ല സാറേ, ഇവിടെ എല്ലാം മുട്ടടിക്കാം. ഓക്കെ സാറേ. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ് ഒരു സീരിയസ് കാര്യ. അളിയന്റെ ഫ്രണ്ട് കയറിക്കോ. നിങ്ങൾ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ. ഞാൻ വരാം. 2 കോഫി 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നിന്ന് വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാവോ? എന്തു പറഞ്ഞു?
രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ല. എന്റെ പൊന്നളിയ, എന്താളിയ ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് അരിസ്റ്റോക്രാറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളി മടക്കി. താങ്ക്സ്. സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബോധനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുകയളിയ ഷേക്ക് ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. കഴിക്കും. ഓ ഇത് കഴിഞ്ഞില്ലേ? അയ്യോ ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീരവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താൻ ചേട്ടന്റെ മോളിൽ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനെ അറിയാം, മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല പെങ്കൊച്ചുങ്ങൾ അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീരക്കൊച്ച് അങ്ങനെ പോത്തിരുന്ന് ഉറപ്പല്ലേ? ആ ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു നിൽക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. ആ അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിന് അവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എഴുന്നേക്കാവോ? ആ പിന്നെ എഴുന്നേക്കാതെ. മീര മീര നിങ്ങളെന്താ അവിടെ? പറഞ്ഞോ. എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ, എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. ആ അല്ല, നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങള് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ എന്നാ ശരി. അമ്പലത്തിൽ പടേണിയും കണ്ടിട്ടു പാതിരാ നേരത്തു കൂട്ടുകാരോടൊത്തു പാട്ടും പാടി വരുമ്പോഴതാ പാണമ്പറമ്പിലെ പ്ലാവിന്റെ കൊമ്പത്ത് പാതി വിളഞ്ഞൊരു ചക്ക കണ്ടു. പിന്നിടും ചക്ക നാളം പഴുക്കും, പിന്നിടും ചക്ക നാളം പഴുക്കും. ഒരു ചെറുതു ചുള വലുതു ചകിണി ചക്കൊത്ത്. പിന്നിടും ചക്ക നാളം പഴുക്കും. തിന്തണക്ക് തിന്ന തണക്ക് തിന്ന തിന്തണക തക തണക തിമൃതണക തിത്ത. കരിമരുന്ന് നിറതറച്ച് കതിരവെടി പൊട്ടിച്ച് കാവിലെ വെടിക്കെട്ടു ടും 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 ടും. പിന്നിടും ചക്ക നാളം പഴുക്കും, പിന്നിടും ചക്ക നാളം പഴുക്കും. ഒരു ചെറുതു ചുള വലുതു ചകിണി ചക്കൊത്ത്. പിന്നിടും ചക്ക നാളം പഴുക്കും. തിന്തണക്ക് തിന്ന തണക്ക് തിന്ന തിന്തണക തക തണക തിമൃതണക തിത്ത. പെരുമ്പറകളറഞ്ഞു കുടവയറു കുലുകുലുങ്ങി മുറുമുറുക വേളപടി തിമൃതണക തിത്ത. പിന്നിടും ചക്ക നാളം പഴുക്കും. ഒരു ചെറുതു ചുള വലുതു ചകിണി ചക്കൊത്ത്. പിന്നിടും ചക്ക നാളം പഴുക്കും. തിന്തണക തിന്ന തണക തിന്ന തിന്തണക തക തണക തിമൃതണക തിത്ത. ജോസേ, ദേ അവൻ, മറ്റവൻ അൻവർ ഷെരീഫ്. അന്നൂറോ? ആ ചെക്കന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ചെക്കനുണ്ട്. കല്യാണം അലമ്പാക്കാനുള്ള പരിപാടിയാണ് പിടിച്ച് പൊട്ടിച്ചാലോ? എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കും. ദേ പഠിക്കാൻ കൊണ്ട് കലോടക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അന്നറല്ലേ? ഞാൻ ജോസ് പീറ്റർ, മനുവിന്റെ സുഹൃത്താ.
പിന്നെ കൊളീഗ് എന്നൊക്കെ പറയും. ഒന്ന് വരുമോ? ഒരു കാര്യം സംസാരിക്കാനാ. വരൂ. ആ അപ്പൊ എങ്ങനെയാന്ന് പറ, ഒന്ന് ഒഴിക്കട്ടെ. എന്തിനാ? അനിയ, നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളാങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ നിങ്ങളെ ഘട്ടം വരുന്നുണ്ടേ. അളിയ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു കല്യാണ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ. ഹനുമനെ അറിയോ? ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി. അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ചെന്നത്. ഒരു ബലത്തിന് 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെങ്കുച്ചിനെ എനിക്ക് എന്നെ കെട്ടിച്ചു തന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഉള്ള സമാധാനം അവിടെ പോയി. ഒരിക്കലും ഉപേക്ഷിച്ചു പോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായി, വഴക്കായി. സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അവളും ഫാനിൽ കേട്ടു. എടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാണ് നമുക്ക്? വിട്ടുകളാ, നീ ചെറിയ പ്രായമില്ലേ, ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. അടി. നിങ്ങൾ പറഞ്ഞ ശരിയാ. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ജോസ്ചാൻ്റെ ആദ്യ ഭാര്യ മരിച്ച വിവരം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ്ചാൻ എന്തെൻ്റെ അടുത്തൊന്നും പറയാറുന്നത്? എന്റെ പൊന്നമ്പടി ആര് മരിച്ച്? ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞില്ലേ. ഒഴിക്കട്ടെ? ഒഴിക്കേ. എന്തു പറഞ്ഞവൻ പോയാ? എടാ, അവനൊരു പാവം ചെക്കനാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ അകത്തേല് അന്വേഷിക്കാം. വിട്ടോ വിട്ടോ വിട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് പോട്ടെ. വേണ്ട.